വോട്ട് മോഷണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെളിവുകളുടെ ഒരു അണുബോംബുണ്ടെന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ആ അണുബോംബാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഇന്നലെ ഡൽഹിയിൽ പൊട്ടിച്ചത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിന്നിച്ചിതറി എന്നതാണ് സത്യം. മുൻപ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അവഗണിച്ചു തള്ളിയിരുന്ന കമ്മീഷൻ പക്ഷേ ഇന്നലെ പൊടുന്നനെയാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. സത്യവാങ്മൂലത്തിനൊപ്പം തെളിവുകളോടെ പരാതി നൽകാൻ കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തിൽ അവിടുത്തെ കമ്മീഷനും താമസം വിന മറുപടിയുമായി വന്നു. കർണാടകയിലെ ഒരു വോട്ടർക്ക് ഉത്തർപ്രദേശിലും വോട്ടുണ്ട് എന്നായിരുന്നു രാഹുൽ ആരോപിച്ചത്. എന്നാൽ ഉടനടി പരിശോധന നടത്തി കമ്മീഷൻ അത് നിഷേധിക്കുന്നു. എന്തൊരു ശുഷ്കാന്തി! രാഹുലിന്റെ അണുബോംബ് വീണേന്റെ അടുത്ത് തന്നെ വീണു എന്ന് ചുരുക്കം. തെരഞ്ഞെടുപ്പുകളിലെ അട്ടിമറി എന്നത് കോൺഗ്രസും പ്രതിപക്ഷവും കഴിഞ്ഞ കുറെ നാളുകളായി ഉന്നയിക്കുന്ന ഗൗരവമായ ഒരു വിഷയമാണ്. എന്നാൽ അത് ഇത്ര കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ ഇന്നലത്തെ വിജയം. വിഷയം വിശദമായി പഠിച്ച് വ്യക്തമായ തെളിവുകളോടെ അതിവിദഗ്ധമായ രാഹുൽ അവതരിപ്പിച്ചു. അതിന് പിന്നിൽ കഠിനമായ പരിശ്രമമുണ്ട്, മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുണ്ട്. ഇതിലൂടെ വോട്ട് മോഷണം എന്ന തങ്ങളുടെ ആരോപണം സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ വ്യക്തമാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് രാഹുൽ ഉന്നയിച്ച വിഷയം സമൂഹം ഒന്നടങ്കം രാഷ്ട്രീയ ഭേദമന്യേ ഏറ്റെടുത്തത്. ഇത് രാഹുൽ എന്ന രാഷ്ട്രീയക്കാരന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി. കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് അട്ടിമറി തെളിയിക്കാൻ രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത്. 5 മാർഗങ്ങളിലൂടെയാണ് വോട്ട് മോഷണം എന്ന രാഹുൽ തെളിവുകൾ നിരത്തി സമർത്ഥിക്കുന്നു. കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ എന്ന ലോക്സഭാ മണ്ഡലം വിശദമായി വിശകലനം ചെയ്ത് അട്ടിമറിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഈ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലമാണ് രാഹുലും സംഘവും വിശകലനം ചെയ്തത്. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്, വ്യാജ വോട്ടും, ഇൻവാലിഡായ അഡ്രസ്, ഒരേ അഡ്രസ്സിൽ നിരവധി വോട്ടുകൾ, ഇൻവാലിഡ് ഫോട്ടോകൾ, ഫോം 6ന്റെ ദുരുപയോഗം, ഇങ്ങനെ 1,250,000 കള്ളവോട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടു. ഈ ഒറ്റ നിയമസഭാ മണ്ഡലത്തിലെ ലീഡിലാണ് BJP ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലം വിജയിച്ചത്. ഈ 3 സംസ്ഥാനങ്ങൾ, അതായത് കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന എന്നീ 3 സംസ്ഥാനങ്ങൾ എടുത്തു പറയാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. കർണാടക 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം പിടിച്ച ഒരു സംസ്ഥാനമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അവിടെ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അഭിപ്രായ സർവേകൾ ഉൾപ്പെടെ പ്രവചിച്ചിരുന്നു. കാരണം സിദ്ധരാമയ്യ സർക്കാർ അവിടെ വലിയ രീതിയിലുള്ള ജനകീയമായ പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കി, പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന എല്ലാ വാഗ്ദാനങ്ങളും നടപ്പിലാക്കി അവിടെ മികച്ച രീതിയിൽ മുന്നേറുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം സർക്കാരിന് ലഭിക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം ഉറപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 26 സീറ്റുള്ള സംസ്ഥാനത്ത് ചുരുങ്ങിയതൊരു 17 സീറ്റെങ്കിലും വിജയിക്കുമെന്ന് ഈ കോൺഗ്രസ് കണക്ക് കൂട്ടുകയും ചെയ്തു. അഭിപ്രായ സർവേകളും ആ രീതിയിലാണ് വന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അവിടെ കോൺഗ്രസിന് 9 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. മഹാരാഷ്ട്രയിലേക്ക് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നു. 31 സീറ്റുകൾ അവിടെ കോൺഗ്രസ് സഖ്യം നേടുന്നു. 48 ലോക്സഭാ സീറ്റുകളാണ് അവിടെയുള്ളത്. എന്നാൽ അതിനുശേഷം 5 മാസങ്ങൾക്കിപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അവിടെ തകർന്നടിയുന്ന ഒരു കാഴ്ച കണ്ടു. 288 അംഗങ്ങളുള്ള നിയമസഭയിൽ വെറും 50 സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് നേടാനായത്. 235 സീറ്റുകളാണ് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം നേടിയത്. ഈ കണക്കുകളൊക്കെ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ അട്ടിമറി നടന്നു എന്ന് പറയുന്നത്. ഒപ്പം തന്നെ സമാനമായ രീതിയിലാണ് ഹരിയാനയിലും കണ്ടത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഹരിയാനയിൽ BJPയുടെ സർക്കാരാണ്. അവിടെ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അഭിപ്രായ സർവേകളെല്ലാം തന്നെ 3-2 ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ്. വോട്ടെടുപ്പിന്റെ ആദ്യത്തെ 1 മണിക്കൂറിൽ കോൺഗ്രസ് ഏതാണ്ട് 60ഓളം സീറ്റുകൾ വരെ ലീഡ് ചെയ്ത് ഭരണം ഉറപ്പിച്ച ഒരു ഘട്ടത്തിലാണ്. പിന്നീട് അവിടെ നിന്ന് കാര്യങ്ങൾ കൈവിടുകയായിരുന്നു. ഉടനെ ആ ലീഡ് നില മാറി മറിഞ്ഞ് അവിടെ BJP അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ 3 സംസ്ഥാനങ്ങളിലും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്ന് കോൺഗ്രസ് ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി ഇന്നലെ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം മഹാരാഷ്ട്രയിൽ തന്നെ 40 ലക്ഷം വോട്ടർമാരുടെ ഒരു ക്രമക്കേട് നടന്നു എന്നാണ്. മഹാരാഷ്ട്രയിൽ ഈ വൈകിട്ട് 5 മണിക്ക് ശേഷം അഭൂതപൂർവമായ രീതിയിലാണ് പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായത്. ഒപ്പം തന്നെ കഴിഞ്ഞ 5 വർഷം ചേർത്തതിലും അധികം വോട്ടർമാരെ കഴിഞ്ഞ 5 മാസത്തിനിടയ്ക്ക്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടയ്ക്കുള്ള 5 മാസം കൊണ്ട്, അതിനു മുൻപ് 5 വർഷം എത്ര വോട്ടർമാരെ ചേർത്തോ അതിലധികം വോട്ടർമാരെ ഈ 5 മാസത്തിനകത്ത് ചേർത്തു. ഒപ്പം തന്നെ ഈ പ്രായപൂർത്തി വോട്ടവകാശമുള്ളവരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ വോട്ടർമാരുടെ എണ്ണം വോട്ടർ പട്ടികയിൽ വന്നു. അങ്ങനെയൊക്കെയുള്ള പല തിരിമറികളും അല്ലെങ്കിൽ പല ക്രമക്കേടുകളുമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. അതിന് ഉപോത്ബലകമാകുന്ന തെളിവുകൾ രാഹുൽ ഗാന്ധി ഇന്നലെ ചൂണ്ടിക്കാട്ടുക അല്ലെങ്കിൽ അത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ
ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒരു മറുപടി പറയേണ്ടത്. ഈ രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച വിഷയം സമൂഹ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സമൂഹ മാധ്യമങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ ഇതുവരെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിരുന്നവർ പോലും അദ്ദേഹം ഉന്നയിച്ച ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതീവ ഗുരുതരമായ ആരോപണമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. BJPയുമായി ചേർന്ന് കമ്മീഷൻ വോട്ട് മോഷണം നടത്തിയിരിക്കുന്നു എന്നതാണ് രാഹുൽ തെളിവുകൾ നിരത്തി ആരോപിക്കുന്നത്. ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന വിവരങ്ങളും രാഹുൽ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിനിർണായകമായി വിഷയത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തണം. ലോകത്തിലെ തന്നെ ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പ് സംവിധാനം ആയിട്ടാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലയിരുത്തുന്നത്. ആ സംവിധാനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തങ്ങൾക്ക് മേൽ വീണിരിക്കുന്ന സംശയത്തിന്റെ കറ തുടച്ചു നീക്കി ഇത് സുതാര്യമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതിനവർ തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം.